ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് ഞാനൊരു ഓവർ കോട്ടിങ്ങിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ പാറ്റേൺ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ഫ്രണ്ട് പോർഷനാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ലെങ്ത്ത് 29 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ട് പോർഷൻ നമ്മൾ ബട്ടൺസ് വെക്കുന്ന ആ ഏരിയ പോലെ മടക്കി അടിക്കുന്നത് കൊണ്ട് 2 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബാക്ക് പോർഷനാണ്. ഓവർ സൈസായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ ബാക്ക് പോർഷനിൽ മിഡിലിൽ 4 ഇഞ്ച് മാറ്റിയിട്ടാണ് പാറ്റേൺ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇത് നല്ല സോഫ്റ്റ് പ്യുവർ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഞാൻ ലൈനിങ് യൂസ് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് മെയിൻ പാർട്ട് മാറ്റിയിട്ട് പിന്നെ ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇവിടെ ഫ്രണ്ടിൽ ഞാൻ ബട്ടൺസ് കൊടുക്കുന്നത് പോലെ ഓപ്പണിങ് കൊടുക്കുന്നുണ്ട് മടക്കി അടിക്കാനായിട്ട്. അപ്പോൾ അത് ഞാൻ നടുക്കുന്ന് കട്ട് ചെയ്യുവാണ്. എന്നിട്ട് ലൈനിങ്ങും കൂടി ആയിട്ട് ജോയിൻ ചെയ്ത് വെച്ചിട്ട് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഫ്രണ്ട് പോർഷനിലെ നെക്ക് കട്ടിംഗ് ആണ്. ഞാൻ 4 ഇഞ്ച് ലെങ്ത്തും 3 വിഡ്ത്തുമായിട്ട് എടുത്ത് ഒരു റൗണ്ട് ഷേപ്പിനാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്കിലും സെയിമായിട്ട് 3 ഇഞ്ച് തന്നെ വിഡ്ത്തും കൊടുത്തു. 1 ഇഞ്ച് മാത്രമേ ഇറക്കം കൊടുക്കുന്നുള്ളൂ കോളർ ഇതായതുകൊണ്ട്. അങ്ങനെ നമുക്കൊരു റൗണ്ട് ഷേപ്പിന് തന്നെ, റൗണ്ട് മീൻസ് ഒരു യു കട്ട് പോലെ മാർക്ക് ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുന്ന രീതി കാണാം. നല്ല പെർഫെക്റ്റായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യാൻ, തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാത്ത രീതിയിൽ ജോയിൻ ചെയ്യാനായിട്ട് ബാക്ക് പോർഷൻ വെക്കുക. എന്നിട്ട് ഞാൻ ഈ ഇപ്പോൾ വെക്കുന്ന പോലെ ഫ്രണ്ടിലെ 2 പോർഷനും ആ ഷോൾഡറിൻ്റെ ആ ഒരു കറക്റ്റ് രീതിയിൽ ചേർത്ത് വയ്ക്കുക. അതായത് നല്ല വശവും ഒരുമിച്ചായിട്ട് വെക്കുക. ഷോൾഡറൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് ചുളിവുകളും ഒന്നും വരാണ്ട് നല്ല പെർഫെക്റ്റായിട്ട് ആ 4 പീസ് എന്ന് പറയുന്നത് ലൈനിങ് പോർഷനും മെയിൻ പോർഷനും ഇങ്ങനെ വെക്കുക. എന്നിട്ട് ആദ്യത്തെ 3 പീസ് എടുത്തിട്ട്, അതായത് ഫ്രണ്ട് പോർഷനെ ബാക്ക് പോർഷൻ കവറാക്കുന്ന രീതിയിൽ ആദ്യത്തെ 3 എടുത്തിട്ട് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ടാക്കിയിട്ട് ആ സെയിം ഇതിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തയ്യൽ തുമ്പൊന്നും കാണാതെ നല്ല പെർഫെക്റ്റ് ഷോൾഡർ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് ഇതിൻ്റെ നല്ല ചീത്ത വശം. നമുക്ക് തലത്തുമ്പൊന്നും കാണാൻ പറ്റുന്നില്ല, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് തിരിച്ച് നല്ല വശം. ഇങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ കോളർ പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഡ്രസ്സ് ഇതുപോലെ ഇട്ടിട്ട് നമുക്ക് നെക്ക് റൗണ്ട് എത്രയാണെന്നുള്ളത് മാർക്ക് ചെയ്തെടുക്കുക. അതൊരു ക്രോസ് പീസിൽ വെച്ച് തയ്യൽ തുമ്പും കൂടെ എക്സ്ട്രാ 1.5 ഇട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ സൈഡൊന്ന് ചരിച്ച് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്കൊരു കോളറിൻ്റെ ആ ഒരു ഭംഗി കാണുള്ളൂ. ഞാൻ ഇവിടെ വിത്ത് 2 ഇഞ്ച് എടുക്കണേ. എന്നിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തിട്ട് നമുക്ക് മെയിൻ പീസുമായിട്ട് ജോയിൻ ചെയ്യാം. ഇവിടെ ജോയിൻ ചെയ്യുമ്പോഴും തയ്യൽ തുമ്പ് ഇല്ലാത്ത രീതിയിൽ ജോയിൻ ചെയ്യുന്നതാണ് കൂടുതൽ കാണാൻ ഭംഗി. നമ്മൾ ചീത്ത വശം ഇട്ടാലും ഇങ്ങനെ നന്നായി വൃത്തികേടില്ലാണ്ടിരിക്കും. ഓക്കെ, നമുക്കപ്പോൾ ഈ ക്രോസ് പീസ് മെയിൻ പാർട്ടിൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്ക് സ്ലീവും അറ്റാച്ച് ചെയ്ത് സൈഡ് 2 സ്റ്റിച്ച് ചെയ്ത് താഴത്തെ ഭാഗം മടക്കി കൂടി അടിച്ചിട്ട് ഫൈനൽ റിസൾട്ട് ഇങ്ങനെയാണ് കേട്ടോ കിട്ടിയത്. ഞാൻ ഇട്ടുകൂടി കാണിക്കുന്ന ഫോട്ടോസോടെ ആഡ് ചെയ്യാമേ. വീഡിയോയ്ക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണേ. അപ്പോൾ ശരി, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.